HSA ഫിസിക്കൽ സയൻസ്, നെറ്റ് സെറ്റ് പോലെയുള്ള എക്സാംസ്, അതുപോലെ തന്നെ PSC എക്സാംസിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: The number of significant figures in 2 mangoes and 20x is. അപ്പോൾ 2 മാംഗോസും 20x. അപ്പോൾ ഇതിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 മാംഗോസ് 20x എന്ന് പറയുന്നത് നമ്മുടെ റൂൾസുകളുണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന റൂൾസുകൾ. അപ്പോൾ ഇതിനകത്ത് 220 എന്ന് പറയുന്ന 2 നമ്പറാണ്. 220 എന്ന് പറയുന്ന 2 നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിനകത്ത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഇതിനകത്ത് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇതിനകത്ത് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, പിന്നെ സീറോസ്, ഈ റൈറ്റ് സൈഡിലുള്ള സീറോസ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ റൂൾസുകളൊക്കെ ഉണ്ട്. ആ റൂൾസുകളെല്ലാം നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇത് എക്സാക്ട് നമ്പർ എന്ന് പറയും. അതായത് കൗണ്ട് ചെയ്തെടുക്കുന്ന നമ്പറാണ്. അതായത് 2 മാംഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാംഗോസ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. 20x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എഗ് എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ ഇതെന്ന് പറയുന്നത് എക്സാക്ട് നമ്പറാണ്. 20 എന്ന് പറയുമ്പോൾ ആര് വന്ന് എണ്ണിയാലും 20 എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസം വരത്തില്ല. അതിലൊന്നിൽ കൂടുകയോ അല്ലെങ്കിൽ ഒന്നിൽ കുറയുകയോ ചെയ്യത്തില്ല. അപ്പൊ ഇത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു റൂളാണ്. ഇങ്ങനെയുള്ള എക്സാക്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇതുപോലെ കൗണ്ട് ചെയ്തൊക്കെ വരുന്ന നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാകും. അപ്പൊ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാകും. അപ്പൊ 2 മാംഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 20x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ എക്സാക്ട് നമ്പർ, ഇതൊരു റൂളാണ്. എക്സാക്ട് നമ്പർ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എല്ലാ എക്സാക്ട് നമ്പേഴ്സിനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോസ് അപ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക.